ഇന്ന് കാടമുട്ട വെച്ചുണ്ടാക്കിയ ഒരു സ്നാക്സാണ് കാണിക്കുന്നത്. വളരെ പെട്ടെന്ന് എടുക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയ ഒരു സ്നാക്സാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ. ഇതിനു വേണ്ടി ഞാൻ 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ദോശയുടെ മാവ്, ബാക്കി വന്ന മാവ് ഞാനൊരു 3 സ്പൂണ് ഒഴിച്ചു കൊടുക്കുന്നതാണ്. മാവ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, മുട്ട വെച്ച് മാത്രം ചെയ്തെടുക്കാം കേട്ടോ. അതിൽ ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത്രയും ഉപ്പ് വേണ്ട, ഇത് കൂടുതലാണ്, ഞാൻ കുറച്ചാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ കുരുമുളക് പൊടി, അതേപോലെ ഒരു ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റും കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കുക. ഇതാണ് ഇതിൻ്റെ കൂട്ട് കേട്ടോ. ഒരു 6 കാടമുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അത് തോടൊക്കെ കളഞ്ഞ് 2 പകുതിയാക്കി എടുക്കുക. കുറച്ച് പച്ചമുളക് വേണമെങ്കിൽ, എരിവ് കൂടുതൽ വേണ്ടുന്നവർ പച്ചമുളക് കൂടി ചേർത്താൽ മതിയേ. കാര വെച്ച് അതിൻ്റെ ഓരോ കുഴിയിലും ഓരോ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. പകുതിയാക്കി വെച്ച കാടമുട്ട സെൻറ്ററിലായി വെച്ച് കൊടുക്കാം കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ടേസ്റ്റിയായ ഹെൽത്തിയായ ഒരു സ്നാക്സാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. മക്കൾക്കൊക്കെ ഇഷ്ടമാവും. പിള്ളേർക്ക് സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണ് കേട്ടോ. ഇതേപോലെ എല്ലാം നമുക്ക് ചെയ്തെടുക്കാം. പുഴുങ്ങിയ മുട്ട ഇല്ലെങ്കിലും ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. പുഴുങ്ങിയ മുട്ട ഇല്ലാതെ മുട്ടയുടെ കൂട്ട് മാത്രം വേറെ എന്തെങ്കിലും വെജിറ്റബിൾസ്, ക്യാപ്സിക്കൊക്കെ ഇട്ട് നമുക്ക് ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുത്ത് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം. അതേപോലെ നമ്മളെ കോഴിമുട്ട പുഴുങ്ങിയതാണെങ്കിലും ചെറുതായി കട്ട് ചെയ്ത് സെൻറ്ററിൽ വെച്ച് കൊടുത്താൽ മതി, അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. എൻ്റെ കയ്യിൽ കാടമുട്ട ഉണ്ടായത് കൊണ്ടാണ് ഞാൻ കാടമുട്ട എടുത്തത്. മുട്ടക്കൂട്ട് മാത്രം ഒഴിച്ചു കൊടുത്ത് ഇതേപോലെ ചെയ്തെടുക്കാം. മുട്ടയുടെ പുഴുങ്ങിയ മുട്ട ഇല്ലാതെയും നമുക്ക് ഇതേപോലെ 2-3 ഞാൻ അങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വളരെ ടേസ്റ്റിയാണ്. നല്ലൊരു വെറൈറ്റി ആയ ഒരു സ്നാക്സ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും കേട്ടോ. എന്തായാലും മക്കൾക്കൊക്കെ ഇതൊക്കെ ഇഷ്ടപ്പെടും. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ റെസിപ്പീസ് വേണമെങ്കിൽ ഈ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്